അത് നിരോധിച്ചില്ല എന്ന് പറയുന്നത് ഖുർആനിനെ അവഹേളിക്കലാണ്, ഇസ്ലാമിനെ അവഹേളിക്കലാണ്. ഇസ്ലാമിൽ അതില്ല, അടിമത്തമില്ല. ഇസ്ലാമിൽ അടിമത്വത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ടോ? ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടില്ല. ഇനി ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ഇസ്ലാമിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളാണ് അക്ബർ സാഹിബ്. അക്ബർ സാഹിബ് പറഞ്ഞു ഇസ്ലാമിൽ അടിമത്തം നിരോധിച്ചിട്ടില്ല എന്ന്. ശരിയാണ്, അക്ബർ സാഹിബ് ആ കാര്യത്തിൽ പറഞ്ഞ ഉത്തരം കൃത്യമാണ്. എന്ത്? ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടില്ല. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് അക്ബർ സാഹിബ് പറയുന്നത് മുഴുവൻ കളവ് മിക്സ് ചെയ്തിട്ടാണ്. അക്ബർ സാഹിബിന്റെ പുതിയ ജനറേഷനിൽ പെടുന്ന പുതിയ ആളുകൾ, അക്ബർ സാഹിബിന്റെ അനുയായികളായിട്ട് വരുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വെതറിക്കൊണ്ടിരിക്കുന്ന അടിമത്ത ന്യായീകരണ വാദങ്ങൾ പൂർണ്ണമായും കളവും അർദ്ധസത്യങ്ങളും ആണ്. ഇനി നമുക്ക് അക്ബർ സാഹിബിന്റെ, അതുകൊണ്ട് ആദ്യം മൂത്ത ഉസ്താദിന്റെ വീഡിയോ നമുക്ക് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് വരും ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ ഇപ്പോ ന്യൂജൻ അടിമ ന്യായീകരണ വീഡിയോകൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. അതിന്റെ ന്യായവും അതിന്റെ പൊള്ളത്തരവും ഒക്കെ, അവർ വിയർക്കുന്നതും അവരെന്തൊക്കെയാണ് ഇതിനു വേണ്ടി കസർത്ത് കാണിക്കുന്നതെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വേണം പരിശോധിക്കാം. നമ്മൾ തുടങ്ങുമ്പോൾ അക്ബർ സാഹിബിന് കൊടുത്തിട്ട് വേണ്ട തുടങ്ങാൻ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് അക്ബർ സാഹിബിന്റെ വീഡിയോ എടുത്തത്. എന്തായാലും ഇനി സാഹിബിന് നമ്മൾ കളം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. സ്റ്റേജ് അക്ബർ സാഹിബിന് കൊടുക്കുകയാണ്. അക്ബർ സാഹിബിന് അറിയാലോ, ഇഷ്ടംപോലെ സ്ഥലം വേണം. ഒരു വലിയ സ്റ്റേജ് ഏകദേശം പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്ന നല്ല ഒരു കലാകാരനാണ് അക്ബർ സാഹിബ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേദി നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. എൻ്റെ പേര് ജുനൈദ്. എല്ലാ അനാചാരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാം മതം അടിമത്തത്തെ നിരോധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കാനുള്ള കാരണം, ഇസ്ലാമിൽ അടിമത്തത്തിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് ഒന്ന് വിശദമാക്കിയാലും. ഈ ചോദ്യകർത്താവ് വലിയൊരു തെറ്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നത്തെ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് അക്ബർ സാഹിബ് ക്ഷമിച്ചു. കാരണം അദ്ദേഹം പറയാം എല്ലാ അനാചാരവും നിർത്തലാക്കി നിരോധിച്ച ഇസ്ലാം എന്നൊക്കെ. എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ആ ചോദ്യകർത്താവിനോട് പറയണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് പഴയ വീഡിയോ ആണ്, അദ്ദേഹം ഇപ്പൊ എവിടെയാണോ എന്തായാലും പോട്ടെ. അപ്പൊ അക്ബർ സാഹിബിനോട് ചോദിക്കുന്നത്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിമത്വവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇതാണ് ചോദ്യം. ഇനി അക്ബർ സാഹിബിന്റെ ഉത്തരമാണ്. സ്റ്റേജിന്റെ വശങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് മാറിയിരിക്കുക. ഏത് ഭാഗത്തുകൂടിയാണ് ഉത്തരം ഉരുണ്ടു വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. മേത്ത് തട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാം മതം അടിമത്തത്തെ നിരോധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിൽ അടിമത്തത്തിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് ഒന്ന് വിശദമാക്കിയാലും. ഇസ്ലാമിൽ അടിമത്വത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ടോ? ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടില്ല. ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഒറ്റ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി എന്ന രീതിയിൽ ഒരു മറുപടി അക്ബർ സാഹിബിന്റെ വായിന്ന് കേട്ടത് ഇത് മാത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറിച്ച് അനുഭവം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ എത്ര വീഡിയോക്ക് അക്ബർ സാഹിബ് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ഡയറക്റ്റ് ആൻസർ പറഞ്ഞ വേറെ ഏതെങ്കിലും ചോദ്യ ഉത്തരം കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ എഴുതും. എന്റെ ജീവിതത്തിൽ, എന്റെ ഓർമ്മയിൽ അക്ബർ സാഹിബ് നേരിട്ട് ഉത്തരം പറഞ്ഞ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഈ ഇസ്ലാമിൽ അടിമത്തത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാമിൽ അടിമത്തം നിരോധിച്ചിട്ടില്ല. സത്യസന്ധമായ ഉത്തരമാണ്. പക്ഷെ അക്ബർ സാഹിബ് ആയതുകൊണ്ട് അങ്ങനെ വെറുതെ കൃത്യം ഒരു ഉത്തരം പറഞ്ഞു പോകാൻ കഴിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം അവിടുന്ന് അങ്ങോട്ട് പിന്നെ മറ്റൊരു കളം പ്രിപ്പയർ ചെയ്യാണ്. എന്ത്? ഉരുളാൻ വേണ്ടിയിട്ട്. ചോദ്യകർത്താവിനോട് അടിമത്തം നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ തിന്മകളും നിരോധിച്ച ഇസ്ലാം എന്തുകൊണ്ട് അടിമത്തം നിരോധിച്ചില്ല എന്ന് ചോദിക്കുമ്പം ചോദ്യകർത്താവിന്റെ മാനസികമായ അവസ്ഥ വെച്ചിട്ട് അടിമത്തം ഒരു മഹാ തെറ്റായിട്ട് കാണുന്ന വ്യക്തിയാണ് ചോദ്യകർത്താവ് എന്ന് മനസ്സിലാക്കി അക്ബർ സാഹിബ് നിരോധിച്ചിട്ടുണ്ട് എന്ന് കളവ് പറയാനുള്ള വൈമനസ്യം കൊണ്ട് നിരോധിച്ചിട്ടില്ല എന്ന് സത്യസന്ധമായിട്ട് പറയുകയും ചോദ്യകർത്താവിന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ കൺഫ്യൂഷൻ ആക്കാനോ വേണ്ടി പകരം ഇസ്ലാം ചെയ്തത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്ന നിലക്ക് അടിമത്തത്തെ ഇസ്ലാം നിരോധിക്കുകയല്ല ചെയ്തത്, അതിനെ മാനവികവൽക്കരിക്കുകയാണ് ചെയ്തത് എന്നവർ. ഇസ്ലാമിൽ അടിമത്വത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ടോ? ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടില്ല. അടിമത്വത്തെ അന്ന് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്നുള്ള നിലക്ക് അതിനെ മാനവവൽക്കരിക്കുകയാണ് ചെയ്തത്. അതെങ്ങനെ? എന്താ പറഞ്ഞ? അടിമത്തത്തെ മാനവികവൽക്കരിച്ചു. അതെങ്ങനെയാണ് എന്ന് ഇനി അക്ബർ സാഹിബ് വിശദീകരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ചിരുന്നോളി.